ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് LP-UP സിലബസിൽ കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് പണ്ഡിറ്റ് KP കറുപ്പനെ കുറിച്ചാണ്. ഈ ഭാഗത്ത് നിന്ന് PSC മുൻപ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും നമുക്ക് നോക്കാം. പണ്ഡിറ്റ് KP കറുപ്പൻ അദ്ദേഹം ജനിക്കുന്നത് 1885 മെയ് 24-ാം തീയതി ചേരാനെല്ലൂർ, എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1885 മെയ് മാസം 24-ാം തീയതി എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിലാണ് പണ്ഡിറ്റ് KP കറുപ്പൻ ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമാണ് സാഹിത്യ കുടീരം. ഇതൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജന്മഗൃഹമാണ് സാഹിത്യ കുടീരം. ഓക്കെ, പിന്നീട് ഈ KP കറുപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് പറയുമ്പോൾ ഈ KP കറുപ്പൻ്റെ ഫുൾ ഫോം എന്താണ്? കണ്ടത്ത് പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നുള്ളതാണ് കേട്ടോ. കണ്ടത്ത് പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നുള്ളതാണ് KP കറുപ്പൻ്റെ ഫുൾ നെയിം. ഓക്കെ അല്ലേ? കണ്ടത്ത് പറമ്പിൽ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേരായിരിക്കാം അല്ലേ? അപ്പോൾ കണ്ടത്ത് പറമ്പിൽ പാപ്പു കറുപ്പൻ, കണ്ടത്ത് പറമ്പിലിൻ്റെ Kയും പാപ്പുവിൻ്റെ Pയും, അതാണ് KP കറുപ്പൻ എന്ന് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്, സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. സാഹിത്യത്തിലൂടെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ നടത്തിയത്. സാഹിത്യത്തിലൂടെ ഇദ്ദേഹം രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തി. പിന്നീട് അടുത്തൊരു പോയിന്റ് വരുന്നത് ധീവര സമുദായം അല്ലെങ്കിൽ അരയ സമുദായത്തിലാണ്. അരയ സമുദായം അല്ലെങ്കിൽ ധീവര സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ഓക്കെയാണല്ലോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ഫുൾ നെയിം കണ്ടത്ത് പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നുള്ളതാണ്. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. ധീവര അല്ലെങ്കിൽ അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ഓക്കെ അല്ലേ? പിന്നെ കേരള ലിങ്കൻ എന്ന അപര നാമധേയത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. എന്താണ്? കേരള ലിങ്കൻ. ഇതും മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കേരള ലിങ്കൻ എന്ന അപര നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇയേഴ്സാണ്. ആ ഇയേഴ്സ് നോക്കാം. ഫസ്റ്റ് 1907 ഇദ്ദേഹം അരയ സമാജം സ്ഥാപിക്കുന്നുണ്ട്. 1907 അരയ സമാജം സ്ഥാപിച്ചത് ആരാണെന്നും അരയ സമാജം സ്ഥാപിച്ച വർഷം ഏതാണെന്നും ഒക്കെ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷവും ഈ സമാജത്തിൻ്റെ പേരും ഒക്കെ ഓർത്ത് വയ്ക്കുക. പിന്നീട് വരുന്നത് 1913 ഫെബ്രുവരി 14-ാം തീയതി ഇദ്ദേഹം കായൽ സമ്മേളനം നടത്തുന്നുണ്ട്. ഇത് PSCയുടെ മറ്റൊരു മുൻവർഷ ചോദ്യമാണ്. കായൽ സമ്മേളനം നടത്തിയത് ആര്? നടത്തിയ വർഷം? എന്തുകൊണ്ടാണ് ഈ ഒരു കായൽ സമ്മേളനം നടത്താൻ ഇടയായ സാഹചര്യം? അപ്പോൾ നമുക്ക് ഈ കായൽ സമ്മേളനത്തെക്കുറിച്ച് നോക്കിയിട്ട് അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പോൾ കായൽ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? കൊച്ചി കായലിലാണ് ഈ കായൽ സമ്മേളനം നടക്കുന്നത്. 1913 ഫെബ്രുവരി 14-ാം തീയതി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കായൽ സമ്മേളനം നടക്കാനായിട്ട് ഇടയായത്? അതായത് പുലയരുൾപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടി നടക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒരുമിച്ച് കൂടാനോ അല്ലെങ്കിൽ ചന്തകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനോ അങ്ങനെയുള്ള ഒരു അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏറ്റവും മിനിമലായിട്ടുള്ള അവരുടെ അങ്ങനെയുള്ള അവകാശങ്ങൾ പോലും വെട്ടിച്ചുരുക്കി. അപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് ഈ പുലയ സമുദായക്കാർ ഒരു സമ്മേളനം നടത്താനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഭരണാധികാരികൾ അതിനുള്ള അനുമതിയും നിഷേധിച്ചു. മനസ്സിലായല്ലോ? പുലയർ ഉൾപ്പെടുന്ന താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം വേണം, അതുപോലെ ഒരുമിച്ച് കൂടുവാനും ചന്തകളിൽ നിന്ന് സാധനം വാങ്ങിക്കാനുമുള്ള അവകാശങ്ങളൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവകാശങ്ങളൊക്കെ എങ്ങനെ സ്ഥാപിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സമ്മേളനം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്, പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ. പക്ഷേ അന്നത്തെ ഭരണാധികാരികൾ അതിനുള്ള അനുമതി പോലും നിഷേധിച്ചു. അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? കരയിൽ സമ്മേളനം നടത്താൻ പാടില്ല എന്നാണ്. കരയിൽ സമ്മേളനം നടത്താനായിട്ട് പാടില്ല എന്ന്. അങ്ങനെയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കരയിൽ സമ്മേളനം നടത്താൻ പാടില്ലെങ്കിൽ കായലിൽ വെച്ചാകാം എന്നുള്ളൊരു തീരുമാനം വരികയും പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ ചെങ്ങാടങ്ങളൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ഒരു വള്ളം നിർമ്മിക്കുകയും അവിടെ സമ്മേളനം നടത്തുകയും ചെയ്തു. അപ്പം കൊച്ചി കായലിലാണ് ഇങ്ങനെ ചെങ്ങാടങ്ങൾ കൂട്ടിക്കെട്ടിയുള്ള ഒരു വലിയ വള്ളം നിർമ്മിച്ചുകൊണ്ട് അതിനുള്ളിൽ വെച്ച് സമ്മേളനം നടത്തിയത്. ഓക്കെ ആണല്ലോ?
അപ്പോൾ അധികാരികൾക്ക് സമ്മേളനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവർ പറഞ്ഞത് എന്തായിരുന്നു, കരയിൽ വെച്ച് സമ്മേളനം നടത്താൻ പാടില്ല എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭരണാധികാരികൾക്ക് ഇവർക്കെതിരെ നടപടിയെടുക്കാനൊന്നും സാധിച്ചില്ല. അങ്ങനെയാണ് പിന്നീട് ആ കായൽ സമ്മേളനം, ആ സമ്മേളനത്തിനെ കായൽ സമ്മേളനം എന്ന പേരിൽ നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് കായൽ സമ്മേളനം. കായൽ സമ്മേളനം ഒരു കഥ പോലെ മനസ്സിലാക്കി വെക്കുക. കായൽ സമ്മേളനം നടത്തിയത് കൊച്ചി കായലിലാണെന്നും 1913 ഫെബ്രുവരി 14 ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത് മറ്റൊരു വർഷം 1913 തന്നെ നടന്ന മറ്റൊരു സംഭവം. ഓക്കെ, എന്താണ്? കൊച്ചി പുലയ മഹാസഭ. കൊച്ചി പുലയ മഹാസഭ. അപ്പോൾ നമ്മൾ ഓർഡറിലാണേ വർഷം പറയുന്നത്, പഠിക്കാൻ എളുപ്പമല്ലേ. കൊച്ചി പുലയ മഹാസഭ. കൊച്ചി പുലയ മഹാസഭ കൊണ്ടുവന്നത് ആരാണ്? അതും പണ്ഡിറ്റ് KP കറുപ്പനാണ്. പിന്നെ വരുന്നത് 1916 916 വർഷം അല്ലേ. 916 വർഷത്തിൽ ജ്ഞാനോദയം സഭ. ജ്ഞാനോദയം സഭ. ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഓരോ കോൺട്രിബ്യൂഷൻസ് ആണ് കേട്ടോ. ജ്ഞാനോദയം സഭ. പിന്നീട് 1922 അഖില കേരള അരയ മഹാസഭ. അഖില കേരള അരയ മഹാസഭ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. 1922 അഖില കേരള അരയ മഹാസഭ കൊണ്ടുവന്നു. പിന്നീട് 1925 ഇദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാവുന്നുണ്ട്. എവിടെയാണ്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇദ്ദേഹം അംഗമാവുന്നുണ്ട് 1925. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ വർഷങ്ങളാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി 1-2 കാര്യങ്ങളൂടെ ഉണ്ട്, വഴിയെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ വർഷങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് വരാം കേട്ടോ. 1907 ഇദ്ദേഹം എന്ത് ചെയ്തു? അരയ സമാജം സ്ഥാപിച്ചു. 1913 ഫെബ്രുവരി 14 കൊച്ചി കായലിൽ കായൽ സമ്മേളനം നടത്തുന്നതിന് നേതൃത്വം വഹിച്ചു. അപ്പോൾ കായൽ സമ്മേളനം എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. കൊച്ചി കായലിലാണ് നടത്തിയതെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം. ഇത് PYQ ആണ് കേട്ടോ ഈ ചോദ്യം. അതുപോലെ അരയ സമാജവും ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചി പുലയ മഹാസഭ 1913 പിന്നീട് വരുന്ന വർഷമാണ് 1916 ജ്ഞാനോദയം സഭ. 1922 അഖില കേരള അരയ മഹാസഭയും പിന്നെ നെക്സ്റ്റ് വർഷം 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്ത് ചെയ്തു? അംഗമാവുകയും ചെയ്തു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇദ്ദേഹം അംഗമാവുകയും ചെയ്തു. പറഞ്ഞ സഭകളെല്ലാം പഠിച്ചു വെക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. എന്താണ് ഈ സഭകൾ? സമുദായ നവീകരണത്തിന് വേണ്ടിയിട്ട് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങളെയാണ് സഭകൾ എന്ന് പറയുന്നത്. സമുദായ നവീകരണത്തിന് വേണ്ടിയിട്ട് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങളാണ് ഈ സഭകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സഭകൾ പഠിച്ചപ്പോഴും ഇവിടെ ആസ്ഥാനം എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ. അപ്പോൾ ആ ഒരു പ്രദേശം ആസ്ഥാനമാക്കിക്കൊണ്ടാണ്, അല്ലെ ആ ഒരു പ്രദേശത്താണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സഭകളൊക്കെ പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ചത്? സമുദായ നവീകരണത്തിന് വേണ്ടിയിട്ട്. സഭകളൊക്കെ ഒന്നുകൂടി നോക്കിയാലോ. കല്യാണദായിനി സഭ 1912 കൊടുങ്ങല്ലൂര്. ഇനി ജ്ഞാനോദയമാണെങ്കിലോ, ജ്ഞാനോദയ സഭ ഇടക്കൊച്ചിയിലാണ്, ഇടക്കൊച്ചി. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് സൂര്യോദയ സഭ തേവരയാണ്. വാല സേവാ സമിതി വൈക്കത്താണ്. പിന്നീട് വരുന്നത് പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരാണ് അതിൻ്റെ ആസ്ഥാനം. പിന്നെ വരുന്നത് അരയ വംശോധാരിണി സഭ എങ്ങണ്ടിയൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ സന്മാർഗ പ്രദീപ സഭയുണ്ട് കേട്ടോ, കുമ്പളത്താണ് ഈ സന്മാർഗ പ്രദീപ സഭയുടെ ആസ്ഥാനം വരുന്നത്. ഇനി പണ്ഡിറ്റ് KP കറുപ്പൻ്റെ സാഹിത്യ രചനകൾ, അദ്ദേഹത്തിന് ഒരുപാട് കൃതികളുണ്ട് നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം എന്ന് പറയുന്നത്. ആദ്യത്തെ കൃതിയാണ്, അതൊരു നാടകമാണ്. അപ്പോൾ ലങ്കാമർദ്ദനം എന്ന് പറയുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. അദ്ദേഹത്തിൻ്റെ 12ാമത്തെ വയസ്സിൽ അദ്ദേഹം രചിച്ച കൃതിയാണ് ലങ്കാമർദ്ദനം. 12ാമത്തെ വയസ്സിൽ പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കൃതിയാണ് ലങ്കാമർദ്ദനം. അതായത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് അദ്ദേഹം ഈ ലങ്കാമർദ്ദനം എന്ന് പറയുന്ന നാടകം രചിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഇനി മറ്റൊരെണ്ണാണ് സ്തോത്ര മന്ദാരം. അതൊരു കവിതയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കവിതയാണ് സ്തോത്ര മന്ദാരം. ഇനി മറ്റൊരെണ്ണാണ് ജാതിക്കുമ്മിയുടെ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. 1904. അതായത് അവശ്യ സമുദായത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കൃതിയാണ് ജാതിക്കുമ്മി. അവശ്യ സമുദായത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ് ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും
തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകമാണ് ജാതിക്കുമ്മി. ഈ ഒരു ജാതിക്കുമ്മി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കാര്യം നമുക്ക് മലയാള സാഹിത്യത്തിൻ്റെ ആ ഒരു ഭാഗത്തും ആവശ്യമുണ്ട്. അതുപോലെ ഇവിടെയും നമ്മൾ പഠിച്ചു വയ്ക്കുക. ജികെയുടെ പാട്ടിലും ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്. 1904 ജാതിക്കുമ്മി. ആവശ്യ സമുദായത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ജാതിക്കുമ്മിയാണ് ജാതി വ്യവസ്ഥയുടെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകം. ഓക്കെ അല്ലേ? ഇനി അദ്ദേഹത്തിൻ്റെ 19ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ജാതിക്കുമ്മി എന്ന് പറയുന്ന ഈ ഒരു കൃതി രചിക്കുന്നത്. ഓക്കെ, 19ാമത്തെ വയസ്സിലാണ് പണ്ഡിറ്റ് KP കറുപ്പൻ ജാതിക്കുമ്മി എന്ന കൃതി രചിക്കുന്നത്. ഇനി 1919 ഇദ്ദേഹം കൊച്ചി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ഒരു കൃതി രചിച്ചു. നാടക കൃതിയാണ്. അതിൻ്റെ പേരാണ് ബാലകലേശം. ബാലകലേശം. ഓക്കെ, ബാലകലേശം എന്ന് പറയുന്നത് 1919 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച ഒരു നാടക കൃതിയാണ് ബാലകലേശം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു കൃതിയാണ് ഉദ്യാന വിരുന്ന്. ഉദ്യാന വിരുന്ന് എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഉദ്യാന വിരുന്ന്. ഉദ്യാന വിരുന്ന്. ഓക്കെ, ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നത് ഒരു കവിതയാണ്. ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിതയാണ് ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നത്. അതായത് ജാതീയമായ ഉച്ചനീചിത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ചിട്ടുള്ള പണ്ഡിറ്റ് KP കറുപ്പൻ്റെ 2 പുസ്തകങ്ങളാണ്. ഒന്ന് ബാലകലേശം, മറ്റൊന്ന് ഉദ്യാന വിരുന്ന്. ഓക്കെ അല്ലേ? ജാതീയമായ ഉച്ചനീചിത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാന വിരുന്നും ബാലകലേശവും. അതിൽ ഈ ബാലകലേശം എന്ന് പറയുന്നത് കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച ഒരു നാടക കൃതിയാണ് ബാലകലേശം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നതോ നമ്മൾ പറഞ്ഞു അതൊരു കവിതയാണ് ഉദ്യാന വിരുന്ന് എന്നുള്ളത് അല്ലേ. അതായത് മദ്രാസ് ഗവർണറുടെ കൊച്ചി സന്ദർശന സമയത്ത് കൊച്ചി രാജാവ് കൊട്ടാരത്തിൽ ഒരു ഉദ്യാന വിരുന്ന് സംഘടിപ്പിച്ചു. അപ്പോൾ ഈ വിരുന്നിൽ എന്ത് ചെയ്തു? പണ്ഡിറ്റ് KP കറുപ്പനെ ആരും ക്ഷണിച്ചില്ല. അപ്പോൾ അതിൽ മനം നൊന്ത് നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച ഒരു കവിതയാണ് ഉദ്യാന വിരുന്ന്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്, അധികാരികൾ പണ്ഡിറ്റ് KP കറുപ്പനെ അവിടെ അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടാത്തത് കൊണ്ട് അതിൽ മനം നൊന്ന് നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കവിതയാണ് ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നത്. അതാണ് ജാതീയമായിട്ടുള്ള ഉച്ചനീചിത്വങ്ങൾക്കെതിരെയും ജനവികാരം വളർത്താനൊക്കെ വേണ്ടിയിട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ എൻ്റെ ആ 2 കൃതികൾ സഹായകമായി എന്ന് പറഞ്ഞു. അതിൽ 2 കൃതികളിൽ ഒന്ന് ഉദ്യാന വിരുന്നും മറ്റൊന്ന് ബാലകലേശവുമാണ്. ഓക്കെ ആണല്ലോ ഈ 2 കാര്യങ്ങൾ. ഇനി ആചാരഭൂഷണം. ആചാരഭൂഷണം എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക്, കൃതിയുടെ പേര് ഇതാണ്, ആചാരഭൂഷണം. ആചാരഭൂഷണം. ഓക്കെ, അപ്പോൾ എന്താണ് ആചാരഭൂഷണം എന്ന കൃതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം എന്ന് പറയുന്ന കൃതി. ഓക്കെ ആണല്ലോ? താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാനായിട്ട് ആചാരഭൂഷണം എന്ന കൃതിക്ക് സാധിച്ചു. അതുപോലെ ജാതീയ ഉച്ചനീചിത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഏത് കൃതിയിലൂടെ? ഉദ്യാന വിരുന്നിലൂടെയും ബാലകലേശത്തിലൂടെയും. 2 നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി സമാധി സപ്താഹം എന്ന് പറയുന്ന കൃതി ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം നൊന്ത് കറുപ്പൻ രചിച്ച കൃതിയാണ്. ഓക്കെ, സമാധി സപ്തകം എന്ന് പറയുന്ന കൃതി നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം നൊന്തുകൊണ്ട് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കൃതിയാണ്. അതും ഒന്ന് ഓർത്തു വയ്ക്കുക. കൃതിയുടെ പേര് സമാധി സപ്തകം. സമാധി സപ്താഹം എന്നും സപ്തകം എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. സമാധി സപ്താഹം. സമാധി സപ്താഹം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ കൃതികളെ കുറിച്ച് പറഞ്ഞു? ജാതിക്കുമ്മി, പിന്നെ സമാധി സപ്താഹം, പിന്നെ എന്താ പറഞ്ഞത്? ബാലകലേശം, ഉദ്യാന വിരുന്ന്, സ്തോത്രമന്ദാരം, ആചാരഭൂഷണം, പിന്നെ ചരമഗതം എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. ചരമഗതം എന്ന് പറയുന്നത് TK മാധവന്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം. ഓക്കെ, ചരമഗതം എന്ന് പറയുന്നത് എന്താണ്? TK മാധവന്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കൃതിയാണ് എന്താ? ചരമഗതം എന്ന് പറയുന്നത്. പിന്നെ മഹാസമാധി എന്ന് പറയുന്ന ഒരു വിലാപ കാവ്യം കൂടി TK മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കറുപ്പൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊരു വിലാപ കാവ്യമാണ് മഹാസമാധി എന്ന് പറയുന്നത്. ലങ്കാമർദ്ദനം എന്ന നാടകം കൂടാതെ അദ്ദേഹത്തിന്റെ മറ്റു നാടകങ്ങളിൽ ഒന്നാണ് പഞ്ചവടി. അതുപോലെ ബാലകലേശവും ഒരു നാടകമാണ് കേട്ടോ. ഉദ്യാന വിരുന്നിനോടൊപ്പം നമ്മൾ പറഞ്ഞ ബാലകലേശം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. പിന്നെ വരുന്നതാണ്
ധ്രുവചരിതം. ധ്രുവചരിതം ഒരു നാടകമാണ്. ധ്രുവചരിതം. ഓക്കെ. മറ്റൊരെണ്ണമാണ് ഉല്ലൂപോഖ്യാനം. 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 ഓക്കെ. പിന്നെ ഒരെണ്ണമാണ് എഡ്വേർഡ് വിജയം. എഡ്വേർഡ് വിജയം. എഡ്വേർഡ് വിജയം. ഓക്കെ. ഇപ്പോൾ ലങ്കാമർദ്ദനം, ബാലകലേശം, പഞ്ചവടി, ധ്രുവചരിതം, എഡ്വേർഡ് വിജയം, ഉല്ലൂപോഖ്യായം. പിന്നെ വരുന്നതാണ് ഭാഷാഭൈമി പരിണയം. ഭാഷാഭൈമി പരിണയം. ഭൈമി പരിണയം എന്ന് പറയുന്നതും ഇദ്ദേഹത്തിൻ്റെ ഒരു നാടകമാണ്. അപ്പോൾ നമ്മൾ 7 നാടകങ്ങൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കേട്ടോ. കെ പി കറുപ്പൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാടകമാണ് ലങ്കാമർദ്ദനം. മറ്റൊരെണ്ണമാണ് ബാലകലേശം എന്നുള്ളത്. ബാക്കിയുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതയാണ് സ്തോത്ര മന്ദാരം എന്ന് പറയുന്നത്. ജാതി കുമ്മിയോ 1904 വർഷം. 1904 വർഷം. പിന്നെ ആചാരഭൂഷണം എന്ന് പറയുന്നത് എന്താണ്? അതും മറ്റൊരു കൃതിയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ. എന്താണ്? അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഹാസമാധി എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞേ? ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ വിലാപ കാവ്യമാണ് മഹാസമാധി. ഇതുകൂടാതെ തന്നെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിന് ഉണ്ട്. കാളിയമർദ്ദനം, ചിത്രലേഖ, രാജരാജപർവം, മംഗളമാല, സൗദാമിനി, പിന്നെ സംഗീത നൈഷധം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികളാണ് കേട്ടോ. കാട്ടിലെ ജ്യേഷ്ഠൻ, പിന്നെ ബാലോദ്യാനം എന്ന് പറഞ്ഞിട്ട് കൃതിയുണ്ട്. ബാലോദ്യാനം. അങ്ങനെ ഒരുപാട് കൃതികൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി പണ്ഡിറ്റ് കറുപ്പന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഇനി അതാണ് നോക്കുന്നത്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് ആരാണ്? കവിതിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. കവിതിലകൻ. കവിതിലക പട്ടം. ഇത് കവിതിലകൻ എന്ന് വിശേഷിപ്പിച്ചതാണ് പറയുന്നത്. കവിതിലകൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കൊച്ചി മഹാരാജാവാണ്. ഇനി പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ. സാഹിത്യ നിപുണൻ. സാഹിത്യ നിപുണൻ. സാഹിത്യ നിപുണൻ എന്ന് പറയുന്നത് പറഞ്ഞ് വിശേഷിപ്പിച്ചതും കൊച്ചി രാജാവ് തന്നെയാണ്. കൊച്ചി രാജാവ് 2 വിശേഷണങ്ങളാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന് നൽകിയത്. കവിതിലകൻ, അതുപോലെ സാഹിത്യ നിപുണൻ. കവിതിലകനും സാഹിത്യ നിപുണനും. പിന്നെ വരുന്നത് വിദ്വാൻ എന്നൊരു സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. വിദ്വാൻ എന്നൊരു സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. അതാരാണ് നൽകിയത്? പണ്ഡിറ്റ് കെ പി കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ 1913 വിദ്വാൻ എന്ന സ്ഥാനപ്പേര് പണ്ഡിറ്റ് കെ പി കറുപ്പന് നൽകുന്നത്. അപ്പോൾ 3 വിശേഷണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലകൻ അല്ലെ കവിതിലക പട്ടം നൽകിയപ്പോഴാണ് കവിതിലകൻ എന്ന് വിശേഷിപ്പിച്ചത്. അത് കൊച്ചി രാജാവാണ്. കൊച്ചി രാജാവ്. അതുപോലെ സാഹിത്യ നിപുണൻ എന്ന വിശേഷണം കൊടുത്തതും കൊച്ചി മഹാരാജാവ് തന്നെയാണ്. വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹത്തിന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത്. ഓക്കെ. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് കായൽ സമ്മേളനം. കായൽ സമ്മേളനം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വർഷം അറിയാലോ. കായൽ സമ്മേളനത്തിന്റെ വർഷം 1913 അല്ലെ. 1913 കായൽ സമ്മേളനം നടത്തിയത്. ഫെബ്രുവരി 14 തീയതിയാണ് കായൽ സമ്മേളനം നടത്തിയത്. പിന്നെ വരുന്നത് അരയ സമാജം സ്ഥാപിച്ച വർഷം 1907. പിന്നെ കല്യാണദായിനി സഭ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അഖില കേരള അരയ മഹാസഭയുടെ വർഷം ചോദിച്ചിട്ടുണ്ട്. കേരള ലിംഗൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്ന ചോദ്യം വന്നിട്ടുണ്ട്. ജാതിക്കുമ്മിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചേരാനെല്ലൂരാണ്. ശ്രുതി കുടീരം എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ സ്മാരകത്തിന്റെ പേര്. ശ്രുതി കുടീരം. ചേരാനെല്ലൂരാണ്. അതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. UPSC 2020 ചോദിച്ച ചോദ്യമാണ് ഈ കായൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം കേട്ടോ. ഓക്കെ. അപ്പോൾ ജാതിക്കുമ്മിയുടെ കാര്യം ഓർത്തിരിക്കണം. പിന്നെ വരുന്നത് വിദ്വാൻ എന്ന പദവി നൽകിയ വിശേഷണങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം എടുത്ത് പഠിക്കണം. ചേരാനെല്ലൂരാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം എന്നുള്ളത് അറിയാമല്ലോ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. പിന്നെ വരുന്നത് ജാതിക്കുമ്മിയുടെ വർഷം 1904. ഇദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ മറ്റുള്ള കൃതികളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ലങ്കാമർദ്ദനം, ബാലകലേശം, ഇത് 2 നാടകങ്ങളിൽ വരുന്നതാണ്. പിന്നെ ഉദ്യാനവിരുന്നും ബാലകലേശം ആണെങ്കിൽ ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്താൻ വേണ്ടി സഹായിച്ചു. ആചാരഭൂഷണമാണെങ്കിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. പിന്നെ സമാധി സപ്തകം എന്ന് പറയുന്ന കൃതി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ചട്ടമ്പി സ്വാമിയുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്തകം. മഹാസമാധിയോ ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള വിലാപ കാവ്യമാണ്
മഹാസമാധി. ചരമഗതം എന്ന് പറയുന്നത് ഒരു കൃതിയാണ്. അതും ടി.കെ. മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പണ്ഡിറ്റ് കെ.പി. കറുപ്പനിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് പുസ്തകങ്ങളുണ്ട്, അതുകൂടി ഒന്ന് പറയാം. അതായത് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്. അത് എഴുതിയത് ഗോപിനാഥ് പനങ്ങാടാണ്. പിന്നെ പണ്ഡിറ്റ് കറുപ്പൻ എന്ന പേരിൽ വിദ്യാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കൃതി എഴുതിയിട്ടുണ്ട്. പിന്നെ തങ്കപ്പൻ പൂയപ്പള്ളിയുടെ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും, ഇങ്ങനെ 3 പുസ്തകങ്ങളും കൂടി റാങ്ക് ഫയലിൽ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പറയുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, അറിയാതെ പോവണ്ട. ഒന്നുകൂടി പറയാം. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ വിദ്യാനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പണ്ഡിറ്റ് കറുപ്പൻ എന്ന പേരിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ രാജേഷ് എരുമേലിയും പണ്ഡിറ്റ് കറുപ്പൻ എന്ന പേരിലൊരു പുസ്തകം എഴുതിയതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും, ആ ഒരു കൃതി എഴുതിയത് തങ്കപ്പൻ പൂയപ്പള്ളിയാണ്. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ്റെ പേരിൽ ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. 2013 മുതലാണ് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി. ഓക്കെ, പണ്ഡിറ്റ് പി. കറുപ്പന് സ്മാരകം നിലവിൽ വരുന്ന സ്ഥലമാണ് എറണാകുളത്ത് ചേറായിൽ. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓൾറെഡി ഒരു സ്മാരകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രുതി കുടീരം എന്നറിയപ്പെടുന്ന ചേരാനെല്ലൂരുള്ള സ്മാരകം. ഇനി പണ്ഡിറ്റ് കറുപ്പന് സ്മാരകം നിലവിൽ വരുന്ന ഒരു സ്ഥലമാണ് ചേറായി. പുതിയൊരു സ്മാരകമാണ് നിലവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇദ്ദേഹം മരിക്കുന്നത് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. മരണപ്പെടുന്ന വർഷം നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലേ, 1938 മാർച്ച് 23 ഇദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പണ്ഡിറ്റ് കെ.പി. കറുപ്പനുമായി ബന്ധപ്പെട്ട് ഏതൊരു എക്സാമിനാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തേക്കുക. താങ്ക്